വധശിക്ഷയ്ക്ക് അർഹമെന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള തെറ്റ് ചെയ്യുന്ന ഒരാളെ കൊല്ലണ്ടേ എന്നുള്ളതാണ് ചോദ്യം. के मुंबई हमले के गुनहगार अजमल आमिर कसाब को फांसी देने की प्रक्रिया इसी महीने यानी नवंबर में शुरू हुई। 16 अक्टूबर ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ കണ്ടു കാണും, ഗോവിന്ദചാമിയെ പോലെയുള്ള ആളുകൾ, ചിലപ്പോൾ ചില തീവ്രവാദികൾ, അവരുടെയൊക്കെ ക്രൈമിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം കേൾക്കാറുള്ളത് അവനെ കൊന്നുകളയണം, ജീവിക്കാൻ അനുവദിക്കരുത്, വെച്ചേക്കരുത് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കും. എന്താണ് ഇതിൻ്റെ കത്തോലിക്ക ധാർമ്മികത അല്ലെങ്കിൽ ശരിയായ ധാർമ്മികത? അതെന്താണ്? അങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ ഏത് തരത്തിലുള്ള ശിക്ഷയ്ക്കാണ് വിധേയമാക്കേണ്ടത് എന്നതാണ് ചോദ്യം. ഒന്നാമത്തെ കാര്യം, ശിക്ഷയുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണല്ലോ ആദ്യത്തെ കാര്യം. എന്തിനാണ് നമ്മൾ ഒരാളെ ശിക്ഷിക്കുന്നത്? അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഒരാൾ ചെയ്ത തെറ്റിൻ്റെ പരിഹാരമാണ് ശിക്ഷ. എന്ന് വെച്ചാൽ അയാൾ വരുത്തിയ ഒരു ക്രമഭംഗത്തെ പരിഹരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കുന്നത്, ഒരു കുറ്റവാളിക്ക് ശിക്ഷ കൊടുക്കുന്നത്. രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്, ആ ക്രമഭംഗം പരിഹരിക്കുക മാത്രമല്ല, അത് ചെയ്ത ആളെ ശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യം കൂടെ അതിനുണ്ട്. എന്ന് വെച്ചാൽ തെറ്റ് ചെയ്യുന്നയാൾക്ക് പശ്ചാത്താപം ഉണ്ടാകാനും അയാൾ ശരിയായ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും കൂടെ വേണ്ടിയിട്ടാണല്ലോ ഒരാൾക്ക് ശിക്ഷ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആ സമയത്താണ് ഈ വധശിക്ഷ എന്ന് പറയുന്ന ഒരു കാര്യം, അതിൻ്റെ സാങ്കത്യം എന്താണെന്ന് ചിന്തിക്കേണ്ടി വരും. വധശിക്ഷയുടെ പ്രശ്നം എന്താണെന്ന് നമുക്കറിയാം. ശിക്ഷ കൊടുക്കുന്നതോടുകൂടെ അയാൾ പിന്നെ ഇല്ലാതാകും, അയാൾ കൊല്ലപ്പെടും. അപ്പോഴുള്ള ചോദ്യം ഇതാണ്, അങ്ങനെ ഒരാളെ കൊല്ലുന്നതിനെ ഒരു ശിക്ഷയെന്ന് വിളിക്കാമോ? ന്യായമായ അർത്ഥത്തിൽ നമ്മൾ സാധാരണ മനുഷ്യൻ ചിന്തിക്കുമ്പം അതിനകത്ത് ശരിയുണ്ട്. കാരണം ആ ആൾ സ്വയം ഈ ഭൂമിയിൽ മറ്റു മനുഷ്യരോടൊത്ത് ജീവിക്കാൻ അർഹനല്ലാതായിത്തീരുന്നു. അതുപോലത്തെ ക്രിമിനൽ ആക്ടിവിറ്റീസ് അയാൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അദ്ദേഹം ഇനി ഒരു സമൂഹത്തിൻ്റെ ഭാഗഭാക്കാകേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താണ്? ഈ ആളെ വധിക്കുന്നു എന്ന് വിചാരിക്കുക, മറുവശത്തു നിന്ന് ചിന്തിക്കുന്നു, ഇയാളെ വധിക്കുന്നു എന്ന് വിചാരിക്കുക. ആ സമയത്ത് എന്തുണ്ടാവും? ഈ ആൾ ഈ ഭൂമിയിൽ നിന്ന് അങ്ങ് പിരിഞ്ഞു പോകും. ഒരു നിഷ്പക്ഷമായി മറ്റൊരാൾ നോക്കുകയാണെങ്കിൽ, ഒരാളെ കൊന്ന ഒരാളെ ഭരണകൂടം അയാളെയും കൊല്ലുന്നു. അപ്പോൾ പ്രാക്ടിക്കലി നിഷ്പക്ഷമായി മാറി എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരു കൊലപാതകത്തിന് പകരം മറ്റൊരു കൊലപാതകം എന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ആണ് ഇതിനകത്തുള്ളത്. എന്താണ് ശരിക്കും തിരുസഭയുടെ നിലപാട് എന്നതിനെക്കുറിച്ച് നമ്മൾ അറിയണം. പരിശുദ്ധ സഭ ആദിമകാലങ്ങളിലൊക്കെ പഠിപ്പിച്ചിരുന്നത് എന്ന് വെച്ചാൽ സഭയുടെ പ്രബോധനത്തിൽ ഗൗരവമായ മാറ്റമുണ്ടായി എന്നുള്ളതല്ല, പകരം ഒരു പുരോഗതി, ഒരു വളർച്ച, കൂടുതൽ വ്യക്തത വന്നു എന്നാണ് പറയേണ്ടത്. തിരുസഭ തൻ്റെ പ്രബോധനത്തിൽ സഭ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്: മറ്റൊരു മാർഗവും ഇല്ലാതിരിക്കുക. എന്ന് വെച്ചാൽ ഒരു അക്രമി, ആ അക്രമി സമൂഹത്തിന് വരുത്തി വയ്ക്കുന്ന കോട്ടങ്ങളെ പരിഹരിക്കാനോ തടയാനോ വധിക്കുകയല്ലാത്ത ഒരു മാർഗവും ഇല്ലാതിരിക്കെ അയാളുടെ കുറ്റം സംശയാതീതമായി തെളിഞ്ഞിരിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ വളരെ റയറായിട്ട് മാത്രം വധശിക്ഷയെ അംഗീകരിക്കാം എന്നതായിരുന്നു പരിശുദ്ധ സഭ എക്കാലവും പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അതൊരു തരത്തിൽ മനുഷ്യൻ്റെ പൊതുവിലുള്ള നന്മയെ പ്രതിയും അതല്ലാതെ സമൂഹത്തിന് നിലനിൽക്കാൻ മറ്റൊരു മാർഗമില്ല എന്ന സാഹചര്യത്തിലുമാണ്. ഇനി ആധുനിക സമൂഹം കൂടുതൽ വളർന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഒരാളെ കൊന്നുകൊണ്ട് മാത്രമല്ല ആ സമൂഹത്തിൽ നിന്ന് അയാളെ മാറ്റി നിർത്താൻ പറ്റുന്നു. എന്ന് വെച്ചാൽ വേണമെങ്കിൽ വളരെ സുരക്ഷിതമായ വിധത്തിൽ കുറച്ചുകൂടെ കഠിനമായ തടവിലേക്കൊക്കെ മാറ്റിക്കൊണ്ടും ഈ കാര്യം നിർവഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അയാളുടെ ജീവിക്കാനുള്ള അവകാശത്തെ തടസ്സപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ ഉണ്ടാകുന്നൊരു ചോദ്യം, ജീവിക്കാൻ ശരിക്കും അയാൾക്ക് അവകാശമുണ്ടോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് 2018 ഫ്രാൻസിസ് മാർപ്പാപ്പ CCCയെ തന്നെ അല്പം പരിഷ്കരിച്ചുകൊണ്ട് ഇങ്ങനെ പഠിപ്പിച്ചത്: വധശിക്ഷയെ സഭ അംഗീകരിക്കേണ്ടതില്ല എന്ന് പരിശുദ്ധ സഭ പഠിപ്പിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അതിൻ്റെ ഓഡിയൻസിൽ അത് ഔദ്യോഗികമായി ഡിക്കാസ്റ്ററി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്തിൻ്റെ ആവശ്യപ്രകാരം അത് പഠിപ്പിച്ചത്. സഭ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അതിൻ്റെ കാരണം, വധശിക്ഷ നമ്മൾ അംഗീകരിക്കാതിരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം, ആ വ്യക്തി അക്രമം ചെയ്തിരിക്കുമ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും, തിരിച്ചു പറയണം, ആ വ്യക്തി നന്മയിലായിരിക്കുമ്പോഴും ഒരു ഘട്ടത്തിൽ അക്രമം പ്രവർത്തിക്കുമ്പോഴും ആളുടെ ആന്തരികമായ മാനുഷിക മഹത്വം നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഹ്യൂമൻ ഡിഗ്നിറ്റി. കാരണം ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്ന കാര്യം അതൊരു പ്രവൃത്തിയിൽ നിന്നുണ്ടാകുന്നത് ആയിക്കൂടാ. എന്ന് വെച്ചാൽ മനുഷ്യനായി ജനിക്കുന്നു എന്ന കാരണത്താൽ തന്നെ ആ ആൾക്ക് ഒരു മനുഷ്യന് കിട്ടേണ്ട മുഴുവൻ മഹത്വവും ഉണ്ട്.
മഹത്വമുണ്ട്. അതൊരാളുടെ പ്രവൃത്തികൾ കൊണ്ടാണെങ്കിൽ അതിനെ ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയാൻ പറ്റില്ല, അയാളുടെ പ്രവൃത്തിയുടെ മഹത്വം എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ കണക്കാക്കാൻ തുടങ്ങിയാൽ മനുഷ്യമഹത്വം ആളുകളിൽ വേരി ചെയ്തിരിക്കും. അങ്ങനെ സംഭവിച്ചുകൂടാ. മനുഷ്യമഹത്വം മനുഷ്യനായിരിക്കുന്ന എല്ലാവർക്കുമുണ്ട്. ഇനി ആ മഹത്വത്തെ കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി അയാൾ ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അങ്ങനെ വരുന്ന ഒരാളെ ആനുപാതികമായ ശിക്ഷ കൊടുക്കുക എന്നുള്ളതായിരിക്കും വധിച്ചു കളയുക എന്ന് പറയുന്നതിനേക്കാൾ ഉചിതമായിരിക്കുന്നതെന്ന് തിരുസഭ മനസ്സിലാക്കുന്നു. കാരണം ഇന്നതിനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. ഇങ്ങേയറ്റം സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് പോലും ഇതിൻ്റെ ഒരു ഭാഗമാണ്. പണ്ടുകാലത്ത് ഒരു മനുഷ്യന്റെ മാനസാന്തരത്തെക്കുറിച്ചോ അയാളുടെ മനസ്സിന്റെ മേൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ചോ വേണ്ടത്ര പഠനങ്ങളില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്കറിയാം, വളരെ ഗൗരവമായി അതിനകത്ത് ഇടപെട്ടാൽ, സാധ്യമായ മാർഗങ്ങളെല്ലാം ഉപയോഗിച്ചാൽ ഒരു പരിധി വരെയെങ്കിലും ആ ആൾക്ക് തിരിച്ചറിവ് കൊടുക്കാൻ പോലും സാധിക്കുമെന്നും പറയേണ്ടതില്ല, സാധിച്ചേക്കാം എന്നുള്ള പ്രത്യാശ നമുക്കുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ സഭ ശക്തമായിട്ട് തന്നെ വധശിക്ഷയെ എതിർക്കുന്നു. നമ്മുടെ സാധാരണ കാഴ്ചപ്പാടുകളൊക്കെ വെച്ച് നോക്കിയാൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, അങ്ങനത്തെ പ്രത്യേക ഘട്ടങ്ങളിൽ ഒരാളെ വധിക്കുന്നത് നല്ലതായിരുന്നു എന്ന് കരുതാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ശിക്ഷയ്ക്ക് 2 വശങ്ങളുണ്ടല്ലോ. ഒന്ന്, അയാൾക്ക് കൊടുക്കുന്ന പണിഷ്മെന്റ്, അയാൾ ചെയ്ത അക്രമത്തിന്റെ പരിഹാരം. രണ്ടാമത്, സമൂഹത്തിന് കൊടുക്കുന്ന ഒരു ഭയപ്പെടുത്തലുണ്ട്. മോഷ്ടിച്ചാൽ നിന്നെ പോലീസ് പിടിക്കും എന്ന ഭയം ആളുകളെ ഒത്തിരി ഈ മോഷണത്തിൽ നിന്ന് പിന്മാറ്റി നിർത്താറുണ്ട് എന്നത് ശരിയാണ്. അപ്പോൾ ചില ഗൗരവമുള്ള തിന്മകൾ ചെയ്താൽ നിനക്ക് വധശിക്ഷ കിട്ടും. ഉദാഹരണത്തിന്, ഒരു പിഞ്ചു കുഞ്ഞിനെ ലൈംഗികമായി ദുരുപയോഗിച്ച് കൊല്ലുന്ന ഒരു മനുഷ്യൻ, ലോകം മുഴുവനും പറയും അയാളെ കൊല്ലണം എന്ന് തന്നെ പറയും. കാരണം ആ ആളുടെ തിന്മ അത്രമാത്രം ക്രൂരമാണ്. അങ്ങനെ ആരും ഇനി ചെയ്യരുത്, ചെയ്യാതിരിക്കാൻ വേണ്ടി അത് പരസ്യമായി തന്നെ വധശിക്ഷ നടപ്പിലാക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷെ അപ്പോഴുമുള്ള പ്രശ്നം, സത്യത്തിൽ ഈ ഭയം കൊണ്ട് മനുഷ്യനെ ഭയപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ്. ഭയം കൊണ്ട് മനുഷ്യനെ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുന്ന വിധത്തിൽ ഭയപ്പെടുത്താൻ പറ്റുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ, ഇപ്പം മിഡിൽ ഈസ്റ്റ് കൺട്രികളിലൊക്കെ ചിലപ്പോഴൊക്കെ ഈ പല്ലിന് പകരം പല്ല് എന്ന് പറയുന്ന നിയമം, കല്ലെറിഞ്ഞു കൊല്ലലും അംഗവിച്ഛേദം നടത്തലും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ ക്രൈം തുടരുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ വധശിക്ഷ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും ആളുകൾ ഇതേ അക്രമം ചെയ്യുന്നതുകൊണ്ടാണല്ലോ വധശിക്ഷ വീണ്ടും നിർവഹിക്കേണ്ടി വരുന്നത്. അപ്പം ഭയപ്പെടുത്തൽ മാത്രമാണ്, അല്ലെങ്കിൽ അത് ഏറ്റവും ഉചിതമായ ഒരു അക്രമ നിരോധന മാർഗമാണെന്ന് കരുതാൻ ഇന്ന് കഴിയില്ല. പകരം അതിനേക്കാൾ വലിയ മേഖലകളുണ്ട്. ഉദാഹരണത്തിന്, ഒരു അക്രമിയെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് അതിനേക്കാൾ ശക്തമാണ്. അതായത് പരിശുദ്ധ സഭയുടെയൊക്കെ വലിയ വിശുദ്ധരുടെയൊക്കെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കും. നമ്മുടെ നാട്ടിൽ പോലെയുള്ള റാണി മരിയെ പോലെയൊക്കെയുള്ള ആളുകളുടെ ജീവിതം പോലും നമ്മുടെ മുൻപിൽ നേരിട്ട് കാണിച്ചു തരുന്നത് അങ്ങനത്തെ ഒരു വഴിയും കൂടിയാണ്. ചിലപ്പോൾ സ്നേഹം, ചിലപ്പോൾ കാരുണ്യം, ചിലപ്പോൾ പ്രബോധനം, ചിലപ്പോൾ സതുപദേശങ്ങൾ, ചിലപ്പോൾ സ്നേഹത്തിൻ്റെ സാമീപ്യം, ചിലപ്പോൾ ചില തിരിച്ചറിവ് കിട്ടുന്ന വിധത്തിലുള്ള ചില പ്രവൃത്തികൾ, ഒപ്പം ശിക്ഷാ നടപടികൾ, ഇതെല്ലാം കൂടെ കൂടിച്ചേരുമ്പോൾ ഒരുപക്ഷെ ആ മനുഷ്യൻ്റെ ജീവിതത്തെ മുഴുവനും തിരിച്ച് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ചെറിയൊരു വ്യതിചലനമെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അത് അയാളെ കൊന്ന് ഇല്ലാതാക്കുന്നതിനേക്കാൾ ഉചിതമാണ് എന്ന് ആധുനിക ശാസ്ത്രത്തിൻ്റെയും മാനുഷിക ബോധ്യങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ദൈവകൃപയിൽ നിറഞ്ഞ പരിശുദ്ധ സഭ അങ്ങനെ തന്നെ പഠിപ്പിക്കും. അതുകൊണ്ട് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ, വധശിക്ഷ അനുവദനീയമാണോ എന്ന് ചോദിച്ചാൽ, തിരുസഭ അതിനെ അനുവദിക്കുന്നില്ല, തിരുസഭ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം.